പ്രവാസലോകത്തെ വാർത്തകൾ. ഇന്ത്യ പാക് സംഘർഷം ഉടനടി ലഘൂകരിക്കാൻ ആഹ്വാനം ചെയ്ത് G7 രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകൾ നടത്തണമെന്നും കൂട്ടായി ആവശ്യപ്പെട്ടു. G7 രാജ്യമായ കാനഡ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ജപ്പാൻ, UK, അമേരിക്ക എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്യൻ യൂണിയനിലെ പ്രതിനിധിയും പഹൽഗാമിലെ നീചമായ ഭീകരാക്രമണത്തെ അപലപിച്ചു. മാത്രമല്ല, ഇന്ത്യയോടും പാകിസ്ഥാനോടും പരമാവധി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സൈനിക നടപടി ഇനിയും തുടർന്നാൽ മേഖലയിലെ സ്ഥിരതയ്ക്ക് തിരിച്ചടിയാകും. ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ സുരക്ഷയെപ്പറ്റി ആശങ്കയുണ്ട്. എത്രയും പെട്ടെന്ന് പിന്മാറണമെന്നും ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തണമെന്നും G7 കൂട്ടായ്മ ആവശ്യപ്പെടുന്നതായും G7 രാജ്യങ്ങളുടെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റക്കാർക്ക് ആഴത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വേണമെന്ന് UK. സ്ഥിരതാമസത്തിനു ശ്രമിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമാണിത്. സ്ഥിരതാമസത്തിനുള്ള ആവശ്യമായ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താനെന്ന മട്ടിലാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് ചില അപേക്ഷകർക്ക് 10 വർഷം വരെ താമസം വരുത്തിയേക്കാം. നിലവിൽ ഇംഗ്ലീഷിൽ അടിസ്ഥാന പരിജ്ഞാനം മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇത് ഒരു വിദേശ ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷിലെ A ലെവലിന് തുല്യമായി ഉയരും. ബ്രിട്ടീഷ് സമൂഹവുമായി മികച്ച രീതിയിൽ ഇടപഴകുന്നതിന് കുടിയേറ്റക്കാരുടെ ഭാഷാ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രിമാർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ വർഷം നെറ്റ് മൈഗ്രേഷൻ കണക്കുകൾ 7,28,000 ഉയർന്നിരുന്നു. ഇത് കുറയ്ക്കുക എന്നതാണ് ഈ മാറ്റങ്ങളുടെ ലക്ഷ്യം. UKയിലെ 9 കോടിയിലധികം പേർക്കിടയിൽ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കുടിയേറ്റ പരിഷ്കാരങ്ങൾ. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK പുറത്തുപോയതിനു ശേഷം കൊണ്ടുവന്ന വിദഗ്ധ തൊഴിലാളികൾക്കുള്ള പോയിന്റ് അധിഷ്ഠിത കുടിയേറ്റ സംവിധാനം ഉദ്ദേശിച്ച ഫലങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതികളുമായി ദുബായ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ സ്ഥാപിക്കുക. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാനാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 2033 ദുബായിൽ 3 പുതിയ ആശുപത്രിയും 33 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിക്കും. കൂടാതെ ഒട്ടേറെ സ്പെഷ്യലൈസ്ഡ് സെന്ററുകളും ആരംഭിക്കും. അൽ യലാസിസ്, അൽ അവീർ, ഹിന്ദ് സിറ്റി, അൽ ലിസൈലി എന്നിവ ഉൾപ്പെടെ പുതിയതായി വികസിപ്പിച്ച പാർപ്പിട മേഖലകൾക്ക് മുൻഗണന നൽകും. വിദ്യാഭ്യാസം, കുടുംബക്ഷേമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പുതിയ നയങ്ങൾക്കും ഷെയ്ഖ് ഹംദാൻ അംഗീകാരം നൽകി. ദുബായ് സോഷ്യൽ അജണ്ട 33, ദുബായ് ഇക്കണോമിക് അജണ്ട D33 എന്നിവയുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി താമസക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് ശ്രമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അശ്രദ്ധമായി വാഹനമോടിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി അബുദാബി. ഓവർടേക്കിംഗ് നടത്തുന്ന വാഹന ഡ്രൈവർമാർക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ്. അശ്രദ്ധമായി വാഹനമോടിക്കുന്നവർക്ക് 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. വാഹനം 60 ദിവസത്തേക്ക് തടഞ്ഞുവെക്കും. റെഡ് സിഗ്നൽ മറികടക്കുക, നമ്പർ പ്ലേറ്റില്ലാതെ വാഹനമോടിക്കുക, പെട്ടെന്നുള്ള ലൈൻ മാറ്റം എന്നിവയും ഗുരുതരമായ കുറ്റമായി കണക്കാക്കും. റോഡിനിരുവശവുമുള്ള ഹാർഡ് ഷോൾഡറിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന വാഹന ഡ്രൈവർമാർക്ക് 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ലൈസൻസിൽ 6 ബ്ലാക്ക് പോയിന്റും രേഖപ്പെടുത്തും. അടിയന്തര വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അപകടകരമാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.